സുന്നത്ത് നോമ്പ് ഒന്നും ചെയ്യാത്ത ആൾക്കാർ ഈ ശഅബാൻ 15-ന്റെ നോമ്പിന് ഭയങ്കര ഗൗരവം കൊടുക്കും. അവരുടെ വീട്ടിൽ ഭയങ്കര ആഘോഷമായി അത് സംഘടിപ്പിക്കും. ശഅബാൻ 15-ന് മാത്രമുള്ള ഒരു നോമ്പും രാത്രി അതിന് പ്രത്യേക നിസ്കാരവും പല വീടുകളിലും നടക്കുന്നുണ്ട്. അതിനൊരു ഹദീസ് ഉദ്ധരിക്കാറുണ്ട്. ഇദാ കാന ലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ. ഈ ഹദീസാണ് അതിന് ഉന്നയിക്കൽ. എന്നാൽ ഹദീസ് കേട്ട് കഴിഞ്ഞാൽ അത് ലൈഫാണോ സ്വഹീഹാണോ എന്ന് കൂടി നോക്കണം. ഈ ഹദീസിനെ പറ്റി പറഞ്ഞാൽ എന്താ, ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ഇതിൻ്റെ സനദ് കെട്ടി ഉണ്ടാക്കിയതാണ് എന്നാണ്. ഒരിക്കലും എന്തല്ല, ഇത് പ്രമാണമല്ല. അതുകൊണ്ട് ആരെങ്കിലും അത് കഴിഞ്ഞ വർഷങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പടച്ചവനോട് തൗബ ചെയ്യണം. ഈ വർഷം അതിൽ നിന്ന് മാറി നിൽക്കുകയും വേണം. അതേപോലെ തന്നെ ശഅബാൻ 15-ന്റെ രാവിലെ പ്രത്യേക ഒരു നിസ്കാരം, സൂറത്തുൽ ഇഖ്ലാസ് 100 തവണ ഓതിക്കൊണ്ടൊരു പ്രത്യേക നിസ്കാരം നിർവഹിക്കുന്ന ചില വീടുകളുണ്ട്. അതും തന്നെ പ്രമാണത്തിൽ സ്ഥിരപ്പെടാത്തതാണ്. അതുപോലെ 15-ന് രാവിലും 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് ചൊല്ലുന്നൊരു സ്വഭാവം ചില സ്ഥലങ്ങളിൽ കാണാം. അതും പ്രമാണത്തിലില്ലാത്തതാണ്. അതുപോലെ ഈ രാവിലെ തന്നെ 6 റക്അത്ത് പ്രത്യേക നിസ്കാരം നിസ്കരിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ രാവിലെ യാസീൻ പ്രത്യേകം പാരായണം ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ശഅബാൻ 15 എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആഘോഷമാക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ബേസ് പറയുന്നത് എന്താ വെച്ചാൽ, ശഅബാൻ 15-നാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് വരെ പറയുന്ന ആൾക്കാരെ കാണാൻ പറ്റും. എത്ര തെറ്റാണ് പറയുന്നത്. എന്താ ഖുർആൻ പറഞ്ഞത്? ഖുർആൻ ഇറക്കത്തെ പറ്റി ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഈ ആയത്ത് അറിയാത്ത ഖുർആനിൽ അല്ലാഹ് പറയണത് ശഹ്റു റമദാൻ, റമദാൻ മാസത്തിലാണ് അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയത് റമദാൻ മാസത്തിലാണെന്നുള്ളത് എത്ര പ്രാഥമികമായ അറിവാ. എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് ശഅബാൻ 15-ലേക്ക് കൊണ്ടുപോയി കെട്ടി അതിന് വലിയ വലിയ മഹത്തുണ്ടാക്കി ഈ ദുർബലമായ ഹദീസുകൾ കൊണ്ടുവന്ന് ഈ സാധുക്കളായ സാധാരണക്കാരായ മനുഷ്യന്മാരെ കൊണ്ട് ഈ ബിദ്അത്ത് ചെയ്യിപ്പിക്കുന്ന ഒരു സ്വഭാവം ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. ഓർത്തു വെച്ചോളൂ. മൻ ഹദത ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, നാം കൽപ്പിക്കാത്ത ഒരു കാര്യം ഈ മതത്തിൽ ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളിക്കളയേണ്ടതാണ്. കാരണം എന്താ, കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. പുതുതായി കൊണ്ടുവരുന്നതൊക്കെ ളലാലത്താണ്, വഴികേടാണ്, അത് നരകത്തിലുള്ളതാണ്. നമുക്ക് റസൂലുള്ള പഠിപ്പിച്ചതിന് എത്ര ഉണ്ട്. ഇപ്പോൾ ഈ ശഅബാൻ മാസത്തിൽ റസൂലുള്ള എല്ലാ ദിവസവും നോമ്പ് നോൽക്കുന്ന, ഭൂരിപക്ഷം ദിവസവും നോമ്പ് നോൽക്കുന്ന അവസ്ഥ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് നിന്ന് എടുത്തൂടെ നമുക്ക്? ഈ 15-ന് കൊണ്ടുപോയിട്ട് സ്പെഷ്യൽ നോമ്പ് എന്തിനാ? ഇല്ലാത്ത നോമ്പ് എന്തിനാ? നമ്മൾ നോമ്പ് നോറ്റ് സ്വർഗത്തിക്കല്ലേ പോകേണ്ടത്? നോമ്പ് നോറ്റ് നരകത്ത് പോകാൻ പാടില്ല. നാളെ സ്വർഗത്തിൽ ഹൗലുൽ കൗസറിൽ നിന്ന് റസൂലുള്ളാഹിന്റെ കൈ കൊണ്ട് വെള്ളം കോരി കൊടുക്കുത്രേ. അപ്പോൾ കുറച്ച് ആൾക്കാരോട് പറയും, സുഹ്കൻ സുഹ്കൻ, പോ ദൂരെ നിങ്ങൾക്ക് തരൂല എന്ന് പറയും. അവരെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞാൽ എന്താ അറിയും, എൻ്റെ വഫാത്തിന് ശേഷം ഞാൻ പറയാത്തത് മതത്തിൽ കടത്തിക്കൂട്ടിയ ആളുകളാണ് ഇവർ, അതുകൊണ്ട് അവർക്ക് ഈ ഹൗലുൽ കൗസറിൽ നിന്ന് വെള്ളമല്ലാന്ന്. അപ്പോഴും നമ്മൾ പറഞ്ഞു, എന്നാലും മൗലവി നോമ്പല്ലേ, നിസ്കാരമല്ലേ, ദിക്റല്ലേ, സൂറത്തുൽ ഇഖ്ലാസ് അല്ലേ, നല്ലതല്ലേ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇന്ന് ഒരാൾ പറയണം, ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, നല്ല ദിവസമല്ലേ, ഇന്ന് 2 റക്അത്തല്ല ഒരു 4 റക്അത്തുള്ളൂ നമ്മൾ ജുമാ നിസ്കരിക്കുക എന്ന് പറഞ്ഞ് ഒരാളെ നിസ്കരിച്ചിട്ട് അയാൾ ന്യായീകരിക്കണത് ഫാത്തിഹ സൂറത്ത് കൂടുതൽ ഓതിയെന്നല്ലേ ഉള്ളൂ, കൂടുതൽ റുക്കൂ ചെയ്തെന്നല്ലേ ഉള്ളൂ, കൂടുതൽ സുജൂദ് ചെയ്തെന്നല്ലേ ഉള്ളൂ. അവർക്ക് നല്ലതല്ല. നിങ്ങൾ എന്തിനാ അങ്ങനെ പറയണമെന്ന് വെച്ചാൽ എന്താ പറയുക? അതല്ല ദീന്. ദീന് എന്ന് പറഞ്ഞാൽ പ്രമാണത്തിൽ ഉള്ളത് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ശഅബാൻ മാസത്തിൽ ഉള്ളത് ചെയ്യുക, ഇല്ലാത്തത് ഒരു കാരണവശാലും ചെയ്യരുത്. അങ്ങനെ സുന്നത്ത് ചെയ്യുന്ന, ബിദ്അത്ത് വർജിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ, മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.